ഒരു 4-5 കൊല്ലം കൊണ്ട് നമ്മുടെ നാട് മൊത്തത്തിലാണ് മാറി. പുരോഗമനം കൊണ്ടല്ലേ, MDMA ഡ്രഗ്സ് കേസുകളിലാണ് ഞാൻ പറയണത്. ഇതുവരെ 5-6 വർഷത്തിന്റെ മൊത്തം കണക്കെടുത്താൽ 28,000 കേസ് MDMA ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് 2024 8,000 കേസുണ്ട് ഇത്ര. ആലോചിച്ച് നോക്കണം. 10 ഗ്രാം MDMA കയ്യിൽ വെച്ച്, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ കയ്യിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ 10 വർഷം കഠിന തടവാണ് ഇന്ത്യൻ നിയമപ്രകാരം. അപ്രകാരം എത്ര പ്രതികൾ നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പൊ ഇന്നലെ ഒരുത്തിനെ പിടിച്ചത് 4ാമത്തെ പ്രാവശ്യമാണ് ഇത്ര. അങ്ങനെ ഓരോ പ്രതികളും പിടിക്കപ്പെടുന്നത് 2, 3, 4, 5, 10 പ്രാവശ്യമാണ്. ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ, ഈ നിയമപ്രകാരമൊക്കെ ഇവർ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ വീണ്ടും ഇവർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമോ? ആലോചിച്ച് നോക്കണങ്ങൾ അല്ലേ. ഒരു സ്കൂളിൽ പോലും, കേരളത്തിലെ ഒരു സ്കൂൾ പോലും ഇതിന് ഒഴിവില്ല എന്നാ പറഞ്ഞത്. 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ കുട്ടികൾ ഇത് ഉപയോഗിക്കുകയാണ്. 2 വർഷം മുന്നേ 7ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇതിന്റെ കരിയറായ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു, കേട്ട് കേരളം ഞെട്ടിയ ഒരു സംഭവമായിരുന്നത്. അതുപോലെ പല പെൺകുട്ടികളും, തമിഴ്നാട്ടിലൊരു കുട്ടി കേരളത്തിലേക്ക് പിടിക്കപ്പെട്ടിട്ട് ആ വീട്ടുകാർ വിചാരിച്ചിരിക്കണം എന്താ, കുട്ടി വീടിന്റെ മുകളിലുണ്ടെന്നാ. അത്ര പോലും നമ്മൾ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കേസ്. 2.5 കിലോളം ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതും നമ്മുടെ തൃശ്ശൂരും ഒല്ലൂരിൽ നിന്നൊക്കെ. 10,000 ടാബ്ലറ്റ്. 10 വയസ്സുകാരിക്ക് MDMA കൊടുത്ത ഒരു സ്വന്തം സഹോദരന്റെ വാർത്ത നമ്മൾ വായിച്ചില്ലേ. ഇതൊക്കെ ഉപയോഗിച്ചുള്ളത് എന്താണ്? മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയില്ല. രക്തത്തിന് പകയില്ല, അറപ്പില്ല, ദയയില്ല. അത് കൂടപ്പറപ്പാണെങ്കിലും, സ്വന്തം പെറ്റ മാതാവാണെങ്കിലും, സ്വന്തം പിതാവാണെങ്കിലും, കൂടപ്പറപ്പാണെങ്കിലും അങ്ങോട്ട് കൊല്ലുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് മാത്രമാണോ? നമ്മുടെ ശരീരത്തിന്റെ പല്ല്, എല്ല്, വൃക്ക, ഹാർട്ട്, അതൊക്കെ പതിയെ 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 ഇല്ലാതായി പോകണമെന്നാണ് പറയണത്. മരണത്തിലേക്ക് ഇങ്ങനെ പോവാണ്. നമ്മൾ ഈ പാമ്പ് ചത്താൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ പാമ്പൊന്നും ഇങ്ങോട്ട് പോടെ. അപ്പൊ പറയും മണ്ണെണ്ണ ഒഴിച്ചാൽ പാമ്പ് ജീവിക്കുന്നു. അത് ജീവിതമല്ല, ആ സമയത്തുള്ള ഒരു എനർജിയാണ്. അതോടുകൂടി കഴിഞ്ഞു അല്ലേ. നമ്മുടെ നാട്ടിലെ നല്ല ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, നല്ല ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, നല്ല വായനശാലകൾ ഉണ്ടായിരുന്നു, എല്ലാവരെയും ബഹുമാനം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സുഹൃത്തുക്കളെ, ഉപ്പാന്റെ സുഹൃത്തുക്കളെ, ഉമ്മാടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ, കുടുംബങ്ങളെ, ബന്ധങ്ങളെയൊക്കെ ഇഷ്ടവും ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ കാര്യം നോക്കുന്നു. ആ കാലത്തിലേക്ക് ഇനി തിരിച്ചു പോകണം. നിങ്ങൾ ആലോചിക്കണം. 130 ഗ്രാം MDMA പോലീസ് പിടിക്കുന്നു വിചാരിച്ചപ്പോൾ ഈ ചങ്ങായി വായിൽ കിട്ടും. ഇത്ര പൊട്ടനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഡ്രഗ്സ്, ഇത്രയും ഓവർഡോസ് ചെന്നാൽ മരിക്കൂലേ. ഇപ്പതാ ഒമാനിന്ന് 1665 ഗ്രാം, 1.5 കിലോന്റെ മുകളിലാണ് MDMA